ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഉള്ളത്. വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെ നീണ്ടു നിൽക്കുന്ന റീച്ചിൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. അപ്പോൾ കക്കാട് നിന്നാണ് വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇടിമൂയിക്കൽ വരെ ഈ ഒരു റീച്ചിൻ്റെ പണി 65% മുതൽ 70% വരെയെങ്കിലും തീർന്നു എന്ന് പറയാം. ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇനി വർക്ക് തീരാനുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വർക്ക് ഏകദേശം പൂർത്തിയായ ഭാഗങ്ങളും കാണിക്കും. കക്കാട് ഓവർപാസിൻ്റെ താഴെ ദേശീയപാതയിൽ ഇനിയും ഒരുപാട് മണ്ണെടുത്ത് നീക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം സോയിലിംഗ് ചെയ്തിട്ടുണ്ട്. സോയിലിംഗ് ചെയ്യാത്ത ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റായി മഴ കൊണ്ട് കുത്തിയൊലിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത്. കക്കാടിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി ഒരു പുഴപ്പാലത്തിൻ്റെ വർക്ക് പൂർത്തിയായതായി കാണാം. കടലുണ്ടി പുഴയാണ് ഇവിടെ, കുത്തിയൊലിക്കുകയാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പാലത്തിൽ പെയിൻ്റ് അടക്കം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ പഴയ പാലത്തിന് സമാന്തരമായിട്ടാണ് കേട്ടോ ഇവിടെ പുതിയ പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുഭാഗത്ത് കൂരിയാട് പാടത്തിൻ്റെ അവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തി വരേണ്ടതുണ്ട്. കൂരിയാട് പാടത്തിൻ്റെ രണ്ട് സൈഡിലേക്കും ഒഴുക്ക് നിൽക്കാതിരിക്കാനുള്ള വലിയ കൽവെട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു ഉയരത്തിലാണ് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ടത്. മഴ മാറിയ കാലാവസ്ഥയിൽ ഇപ്പോൾ അതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് അണ്ടർപാസ്, കൾവേട്ട്, പിന്നെ ഇവിടെ വേറൊരു പാലം കൂടിയുണ്ട്. അപ്പോൾ ഈ അളവിലൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകൾ തന്നെയാണ് പ്രധാനമായും ഇവിടെ ഇനി നടക്കേണ്ടത്. ഒരു സൈഡിൽ സർവീസ് റോഡ് കെട്ടിവരുന്നുണ്ട്. ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന റോഡും ഒരു സർവീസ് റോഡാവും. മഴ പെയ്ത് പാടത്ത് മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും കൃഷിഭൂമി ഉള്ളത്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നവും വരാത്ത വിധത്തിലാണ് ഇവിടെ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ പാലം. ഇവിടുന്ന് കുളപ്പുറം വരെ കുറേ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. കുളപ്പുറം ഓവർപാസിൻ്റെ മേലെയാണുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട കക്കാട് മുതൽ ഇവിടെ ഈ കുളപ്പുറം ഓവർപാസ് വരെ ഒരുപാട് വർക്ക് നടക്കേണ്ടതുണ്ട്. ഈ ഒരു ഓവർപാസിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുമ്പുംചോല, വീക്കപ്പടി ഭാഗത്തൊക്കെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മേൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ കുറച്ച് സ്ഥലങ്ങളിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. അതുപോലെ വലിയപറമ്പ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കും ബാക്കിയുണ്ട്.
വലിയപറമ്പ് അണ്ടർപാസിൻ്റെ ഒരു സൈഡിലെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. 6 വരിയിൽ ടാറിങ്ങും നടുവിൽ ഡിവൈഡറും 2 സൈഡിലും സർവീസ് റോഡ്. ഇതെല്ലാം ഇവിടെ കുറേ മുന്നേ തന്നെ നിർമ്മാണം തീർത്തതാണ്. ഇവിടുന്ന് തലപ്പാറ അണ്ടർപാസ് വരെയാണ് ഇനി കാര്യമായി വർക്ക് നടക്കേണ്ടത്. കൂരിയാട് കണ്ടതുപോലെ ഇവിടെയും ഒരു വയൽ പ്രദേശമാണ്. നിലവിലെ റോഡ് ഒഴിവാക്കി 6 വരിയിൽ പുതിയ അലൈൻമെൻറ്റായാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. നിലവിലെ റോഡ് ഒരു ഭാഗത്തെ സർവീസ് റോഡ് ആവും. ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തലപ്പാറ അണ്ടർപാസിനും വലിയപ്പറമ്പ് അണ്ടർപാസിനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്ത് ഒരു പുഴപ്പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. നിലവിലെ ദേശീയപാത കണ്ടില്ലേ, ചെറിയൊരു പാലമാണ് കേട്ടോ. ഹെവി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് പോകാൻ പോലും പറ്റില്ല. അപ്പോൾ ഇനി ആ റോഡ് സർവീസ് റോഡാവും. ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് തലപ്പാറ അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി നിരപ്പാക്കി പോകണം. ഇനി ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡും പാലമായതുകൊണ്ട് തന്നെ ടാറിങ്ങിന് മുന്നോടിയായി മാസ്റ്റിക് പാടൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ. തലപ്പാറ അണ്ടർപാസാണ് കാണുന്നത്. അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അടക്കം വർക്കൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ്. ഇവിടുന്ന് ഇനി ചേളാരി ഭാഗം വരെ ഒരുപാട് വർക്കുകൾ കഴിഞ്ഞ പ്രദേശങ്ങളാണ്. തലപ്പാറയിൽ നിന്ന് വെളിമുക്ക് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം ഫുൾ വർക്കും തീർന്നതാണ്. വെളിമുക്ക് ഒരു ഓവർപാസ് ഉണ്ട്. അതിൻ്റെയൊക്കെ നിർമ്മാണം അവസാനിച്ചു, വർഷം ഒന്നായി. പക്ഷേ ഇവിടങ്ങളിലൊന്നും വാഹനങ്ങൾക്കായി ഹൈവേ തുറന്നു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഈ ഓവർപാസിൻ്റെ മേലെയൊക്കെ കണ്ടില്ലേ, ഫുൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം റീച്ചിൽ ഈ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അതിന് പ്രധാന കാരണം സർവീസ് റോഡിനോട് ചേർന്നാണ് എല്ലായിടത്തും കടകളുള്ളത്. മിക്ക കടകൾക്ക് പാർക്കിംഗ് സൗകര്യമില്ല. വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ അണ്ടർപാസ് കൂടിയുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും തീരാനുണ്ട്. ഇനി അല്പം വൈകി കിട്ടിയ ഒരു അണ്ടർപാസാണ് ഇത്. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ആവശ്യമുള്ളിടത്തെല്ലാം ഇത്രയും അണ്ടർപാസും ഓവർപാസും ഒക്കെ അനുവദിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിലൊക്കെ വളരെ ആവശ്യമുള്ളിടത്ത് പോലും ഒന്നും അനുവദിച്ചിട്ടില്ല. പടിക്കൽ ഭാഗത്ത് കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെയൊന്നും ഹൈവേ തുറന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. 6 വരി നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായി സെറ്റായ പ്രദേശങ്ങളാണ്. സൈഡ് വാളിലും ഡിവൈഡറും എല്ലാം പെയിൻ്റ് അടിക്കുന്ന വർക്ക് ബാക്കിയുണ്ട്. അങ്ങനെ ചേളാരി ടൗണിൽ
എത്തിയിട്ടുണ്ട്. താഴെ ചേളാരി മുതൽ മേലെ ചേളാരി വരെ ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഈ ഒരു ഓവർപാസിനടിയിലൂടെ വാഹനങ്ങൾ പോകുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങും 6 വരി ലൈനുമൊക്കെ വരച്ചതിന് ശേഷം ഇതിനും അതിമനോഹരമായിരിക്കും ഇവിടുത്തെ കാഴ്ച. ചേളാരിയിൽ നിന്ന് ഇവിടുന്ന് പാണമ്പ്ര വരെയുള്ള വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി കോഹിന്നൂർ ഭാഗത്താണ് വർക്ക് ഒരുപാട് തീരാനുള്ളത്. നിർമ്മാണ കമ്പനിയായ KNRCLൻ്റെ ഓഫീസും ക്യാമ്പും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അവർ കല്ലും മണ്ണുമൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇവിടുത്തെ വർക്ക് അവസാനമാക്കിയത്. 2024 അവസാനിക്കാൻ ഇനിയും 4 മാസം ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു റീച്ചിൻ്റെ വർക്കൊക്കെ ഒരുവിധം തീരും. ഇവിടുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം, അതുപോലെ ചെട്ടിയാർമാട് ഭാഗം, അവിടുന്ന് കാക്കഞ്ചേരിയിലെ കിംഫ്രോ പാർക്ക് വരെയുള്ള ഭാഗത്തെ വർക്കുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഓവർപാസ് ഉണ്ട് കേട്ടോ. കാക്കഞ്ചേരിയിലെ ഓവർപാസിൻ്റെ വർക്കൊക്കെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ചേലാമ്പ്ര സ്പിങ് മിൽ വരെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. ഇതിനിടയിൽ വരുന്ന ഈ ഒരു കുന്നാണ് വലിയ വെല്ലുവിളി. ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ മഴയിൽ. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഒരുപാട് മീഡിയകൾ അപകട സാധ്യത പറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടുത്തെ വർക്കിനാണ് ഇനിയുള്ള സമയം KNRCLന് പ്രധാനമായും വേണ്ടിവരിക. സ്പിങ് മിൽ ഓവർപാസ് വരെ കുന്നിടിച്ച് നിർത്താനും മണ്ണെടുത്ത് നീക്കാനുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടിമൂയിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് രാമനാട്ടുകര അതിർത്തി വരെ വർക്കുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. വളരെ റിസ്ക്കും ചിലവും കൂടുതലുള്ള ഒരു റീച്ചാണ് കേട്ടോ വളാഞ്ചേരി രാമനാട്ടുകര റീച്ച്. എന്നിട്ടും മറ്റു റീച്ചുകൾ അപേക്ഷിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരുത്തി തരിക. കൂടുതൽ NH66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.